ഹായ് ഫ്രണ്ട്സ്, സൈലം PSCയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന, പ്രത്യേകിച്ചും ജോഗ്രഫി ഏരിയയിൽ നിന്നും സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ചുഴലിക്കാറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. 2023 ഇന്ത്യയിൽ അറബിക്കടലിലും അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാളിലും ആഞ്ഞടിച്ചിട്ടുള്ള ചുഴലിക്കാറ്റുകളെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ചാലോ? വരും. മെയ്യിൽ ബേ ഓഫ് ബംഗാളിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് മോക്ക അല്ലെങ്കിൽ മോച്ച എന്നറിയപ്പെടുന്ന ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റിന് പേര് നൽകുന്ന രാജ്യം യമനാണ്. അപ്പോൾ ചെങ്കടലിന് അടുത്തുള്ള ഒരു തുറമുഖത്തിൻ്റെ പേരാണ് മോക്ക അല്ലെങ്കിൽ മോച്ച. അപ്പോൾ ഈ ചുഴലിക്കാറ്റ് ബാധിക്കുന്നത് ബംഗ്ലാദേശിനെയും അതേപോലെ തന്നെ മ്യാൻമാറിനെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. സോ മ്യാൻമാറിൽ ഈ ചുഴലിക്കാറ്റിനെ ബാധിച്ച ആളുകളുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യ ഒരു ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. പിന്നീട് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്. സോ ഈ ബിപ്പർജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചുഴലിക്കാറ്റിന് ആ പേര് നൽകുന്നത് ബംഗ്ലാദേശാണ്. പേരിൽ മാത്രമേ ജോയ് ഉള്ളൂ. ഈ ബിപ്പർജോയുടെ അർത്ഥം എന്ന് പറയുന്നത് ദുരന്തം എന്നാണ്. ഈ ബിപ്പർജോയ് ബാധിക്കുന്നത് ഗുജറാത്ത് തീരത്തെയാണ് ബാധിക്കുന്നത്. അറബിക്കടലിൽ ഒക്ടോബർ 2023 രൂപപ്പെട്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് തേജ്. ഈ തേജിന് ആ പേര് നൽകുന്നത് ഇന്ത്യയാണ്. സോ ഈ തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം വേഗതയുള്ളത് എന്നാണ്. യമൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ തേജ് ബാധിക്കുന്നത്. 2023 ഒക്ടോബറിൽ തന്നെ രൂപപ്പെട്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ഹമൂൺ. ബേ ഓഫ് ബംഗാളിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് ഇറാനാണ്. ഇറാനിൽ ചതുപ്പ് നിലം എന്ന അർത്ഥമാണ് ഹമൂണിനുള്ളത്. ഈ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബംഗ്ലാദേശിനെയാണ്. 2023 നവംബറിൽ ബേ ഓഫ് ബംഗാളിൽ തന്നെ മറ്റൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു. മിഥിലി എന്നാണ് ആ ചുഴലിക്കാറ്റിൻ്റെ പേര്. അപ്പം മിഥിലി എന്ന ഈ പേര് ആ ചുഴലിക്കാറ്റിന് നൽകുന്നത് മാലിദ്വീപാണ്. അപ്പം മിഥിലി എന്ന ആ വാക്കിൻ്റെ അർത്ഥം വലിയ മരം. ഈ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അന്ന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും അതേപോലെ തന്നെ ബംഗ്ലാദേശിനുമായിരുന്നു. അടുത്ത ചുഴലിക്കാറ്റ് മിഷോങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2023 ഡിസംബറിൽ ബേ ഓഫ് ബംഗാളിലാണ് ഈ മിഷോങ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. മിഷോങ് എന്ന പേര് നൽകുന്നത് മ്യാൻമാറാണ്. ഈ മ്യാൻമാറി ഭാഷയിൽ ഇതിന് സഹിഷ്ണുത അതേപോലെ തന്നെ ശക്തി തുടങ്ങിയൊക്കെയാണ് ഈ മിഷോങ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ മിഷോങ് ചുഴലിക്കാറ്റ് ബാധിച്ചത് തമിഴ്നാട് തീരത്തെയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തീരത്തൊക്കെയാണ്. സോ 2023 പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളെല്ലാം നമ്മളിപ്പോൾ നോക്കി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.